ഹലോ ഫ്രണ്ട്സ്, മല്ലാത്ത കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ്, കടച്ചക്ക കറി. കടച്ചക്ക കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടച്ചക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കടച്ചക്ക ഞാനത് വെട്ടി കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് നന്നായി വെച്ചിട്ടുണ്ട്. 2 കടച്ചക്ക. ഇത് സാധാരണ ഇടിച്ചക്കയല്ല, കടച്ചക്ക എന്ന് പറയും. ഇത് നമ്മൾ ഇറച്ചിക്കറി കൂട്ട് വയ്ക്കാനുള്ളതാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 പല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിഴങ്ങ്, അത് ഒരു ചെറിയ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, ഒരു 2 മീഡിയം സൈസ് തക്കാളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, ഇതൊക്കെ വറക്കാനുള്ളതാണ്. 1 കപ്പ് തേങ്ങ. പിന്നെ ഇതിനാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ പെരിഞ്ചീരകം, പച്ചമുളക്, കരിവേപ്പില, ഉപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ കടച്ചക്ക എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനെ നല്ലപോലെ കുക്കറിലിട്ട് വേവിക്കുക. എന്താണെന്ന് വെച്ചാൽ കടച്ചക്കയ്ക്ക് ഒരുപാട് ഈ ചക്കയ്ക്ക് വേവുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ഒരു 6-7 വിസിൽ വരുന്ന മാതിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം നമുക്ക് ആദ്യത്തെ ചേരുവ. ആ സമയത്ത് ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഈ മസാല കൂട്ട് റെഡിയാക്കാം. എല്ലാം നല്ലപോലെ വറുത്തരച്ച കറിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇത് കുക്കറിൽ വെച്ചിട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് വറുത്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ കടച്ചക്ക കുക്കറിൽ വയ്ക്കാം. നമുക്കിത് മുങ്ങുന്ന വരയ്ക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കിഴങ്ങ്, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു കിഴങ്ങ് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ ഒരു കിഴങ്ങ് ഇട്ടിട്ടാണ് എപ്പോഴും വയ്ക്കാറ്. ഇനി നമുക്ക് ഉപ്പിടണ്ട, കാരണം ഉപ്പിട്ടാൽ ചിലപ്പോൾ വേവുമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഉപ്പിടാതെ നമുക്ക് നല്ല പോലെ കുക്കർ വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ വരണ മാതിരി വേവിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കിത് മസാല ചെയ്യാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ച് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ഇതിലിട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ സവാള ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ, എന്നിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് തേങ്ങയും ആ പെരിഞ്ചീരകവും ഉള്ളിയൊക്കെ. ഇനി നമുക്ക് മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുക്കാം, പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഗരം മസാലപ്പൊടി, വലിയ 2 സ്പൂൺ മല്ലി മുളകും പൊടിച്ചത്. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം, അതിലെ എരിവുണ്ട്, ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതാക്കിയിട്ട് ആറിയോടനെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. നമുക്ക് ചക്ക വേവിച്ചത് വെന്തോന്നൊന്ന് നമുക്ക് നോക്കാം. നല്ല വെന്തു എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി മസാലയൊന്ന് അരച്ചിട്ട്, പിന്നെ അതിൻ്റെ മുൻപായിട്ട് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചതയ്ക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. കുറച്ച് എടുത്തിട്ട് നമുക്ക് ചതയ്ക്കാൻ വയ്ക്കാം.
ഇത് നാറിയ ഉടനെ മസാല അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടിയിട്ട് ചതയ്ക്കാം. നമുക്കിത് മസാല നല്ലപോലെ ആദ്യം അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ മസാല നല്ലപോലെ ജാറിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതില്ലാതെ കുറച്ച് ഞാൻ എടുത്തു വെച്ചല്ലോ ആ ചക്ക വേവിച്ചത്, അതിനെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടി വെച്ച് കറി റെഡിയാക്കാം. ചൂടായി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ ഉടനെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ഉടനെ പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒന്ന് റെഡിയായ ഉടനെ നമുക്ക് അരിഞ്ഞ് വെച്ച 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ കറിയിൽ നമുക്ക് ഉപ്പ് ലാസ്റ്റ് നോക്കാം, അപ്പോൾ പിന്നെ കുറച്ചിടാം. തക്കാളി ഒന്ന് വേവണ വരയ്ക്കും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നല്ലപോലെ തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാലയുടെ കൂടെ ഞാൻ ചതച്ച് വെച്ച ഈ ചക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ലതും കുറച്ച് ചതച്ച് വെച്ചതും രണ്ടും കൂടി ചേർത്തിട്ട്, അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും കറിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ജ്യൂസാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള ഇറച്ചിക്കറി മാതിരിയുള്ള കറിയാണിത്. മസാലക്കറി നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു നാടൻ കറിയാണ്. നമുക്ക് എത്രത്തോളം വെള്ളം വേണം, ഇതാണെങ്കിൽ ചപ്പാത്തിക്ക് റൈസിനൊക്കെ കഴിക്കാൻ നല്ല കറക്റ്റായിരിക്കും. വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ, അപ്പോൾ വെള്ളം അധികം ചേർത്തിട്ടില്ല. നല്ല പോലെ കട്ടിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ചതച്ചിട്ടത് അല്ലെങ്കിൽ ഇത് കണ്ണു മിഴിച്ച മാതിരി ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കടച്ചക്കയ്ക്ക് ഒരുപാട് വേവാണ്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. കുറച്ച് നല്ല പോലെ ഒന്ന് തിളയ്ക്കാം, മസാലയുടെ സ്മെല്ലൊക്കെ പോവാൻ. നല്ല അടിപൊളിയായിട്ട് ഇറച്ചിക്കറി മാതിരിയുള്ള കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്.
നല്ല ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ്, റൈസിനും നല്ലതാണ്. എല്ലാവിടെയും ഇത് കിട്ടില്ല പക്ഷേ കടച്ചക്ക. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അവിടെ അടുത്ത ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ശരി, ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. ശരി, ഇനി ഉപ്പുണ്ടോ നോക്കാം നമുക്ക്. 2 പ്രാവശ്യം ഉപ്പിട്ടു. നല്ല കറക്റ്റായിട്ടുണ്ട്. ഉപ്പ്, മുളക് എല്ലാം കറക്റ്റായിട്ടുണ്ട്. എരിവൊക്കെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടച്ചക്ക മസാലക്കറി, വറുത്തരച്ച മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.